അസ്സലാമലൈക്കും. ഇന്ന് റമദാൻ ആരംഭിക്കുകയാണ്. എല്ലായിടത്തും വീടുകളിലും വൃത്തിയാക്കലും ഒക്കെ ഒരു റമദാന്റെ ഒരു മുന്നൊരുക്കം നടത്തുകയാണ്. ഒരു മാസം വലിയ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ റമദാൻ എന്ന് പറഞ്ഞാൽ യാതൊരു പ്രത്യേകതയില്ല. കാരണം ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും റമദാനാണ്. കാരണം എല്ലാ ദിവസവും 3 മണിക്ക് ഉണർന്ന് തഹജ്ജുദ് നമസ്കരിച്ച് അതോടൊപ്പം ഞങ്ങൾ രാവിലെ ഉറങ്ങാറില്ല, പണികളൊക്കെ ചെയ്ത് ദുഹാ നമസ്കരിച്ച് ഖുർആനോദി എല്ലാ കർമ്മങ്ങളും റമദാനെ പോലെയാണ് എല്ലാ ദിവസവും ഞങ്ങൾക്ക്. ഇങ്ങനെയാണ് വേണ്ടത്. കാരണം റമദാൻ വരുന്നത് പറഞ്ഞാൽ റമദാനുമായിട്ട് ഞങ്ങൾ ചെയ്തത് കത്തലുകൾ മാറ്റി കഴുകി വൃത്തിയാക്കി ഇടുന്നു, വീട് തുടയ്ക്കുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. കാര്യം നിത്യജീവിതം എല്ലാം എല്ലാ ദിവസവും ഒന്നുപോലെയാണ്. ദാനധർമ്മത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് റമദാനിൽ ദാനധർമ്മം കുറവാണ് സത്യം പറഞ്ഞാൽ. കാരണം സക്കത്ത് പറഞ്ഞ കൊടുത്തത് സദക്ക അത് റമദാനിൽ കൊടുക്കേണ്ടതല്ല. അതൊക്കെ റമദാനേക്കാൾ കൂടുതൽ നമ്മൾ അല്ലാത്ത മാസങ്ങളിൽ കൊടുത്തത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ റമദാൻ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വീടൊക്കെ അത് 11 ദിവസം വീട് കുളിച്ച് നശിച്ച് കിടക്കും, 12 ദിവസം വൃത്തിയാക്കി അങ്ങനെയൊന്നുമില്ല. എല്ലാ ദിവസവും വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക, വെക്കാണ്ട് സൂക്ഷിക്കുക. എല്ലാത്തിനും ഉപരി എല്ലാ ദിവസവും സുബഹിക്ക് മുമ്പ് ഉണർന്ന് നമസ്കരിച്ച് തഹജ്ജുദ് നമസ്കരിച്ച് ചെയ്യാം. റമദാന് പ്രത്യേകതയായിട്ടുണ്ടെങ്കിൽ നാം പരിഷ്ഠിക്കുക. അത് അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് നാം പരിഷ്ഠിക്കാം. ആഴ്ചയിൽ ഒരു നോക്കും പിടിക്കാം, ആഴ്ചയിൽ 2 നോക്കും പിടിക്കാം. അങ്ങനെ റമദാൻ എന്നുള്ള ഒരു പ്രത്യേകത ഞങ്ങൾക്കില്ല. കാരണം റമദാൻ ഞങ്ങൾക്ക് 12 ദിവസം റമദാനാണ്. നോമ്പ് ഒഴിച്ച് ബാക്കി എല്ലാം ഞങ്ങൾക്ക് റമദാനാണ്.